ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. നമുക്കിന്ന് ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ഡിഷ് ഉണ്ടാക്കാം, ഗോബി മഞ്ചൂരിയൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നമുക്കിനി ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. നമ്മുടെ ഈ ഡിഷ് ഉണ്ടാക്കുന്നതിനായി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ 2 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസുകളായി കട്ട് ചെയ്തതാണ്. അളവ് കപ്പിന് ഏകദേശം 3.5 കപ്പോളം വരും. ഇത് 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ വെള്ളം വാർന്ന് എടുക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ തിളപ്പിച്ചെടുത്ത കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇവയെല്ലാം കൂടെ നന്നായി ഇളക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറച്ചായി വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ ഈ മാവ് ഒത്തിരി ലൂസായി പോകാതെ ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും മാവ് നന്നായി എത്തണം. ഈ മിക്സ് നല്ലതുപോലെ പിടിക്കുന്നതിനായി കുറഞ്ഞത് അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ്. അരമണിക്കൂറിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കോളിഫ്ലവർ വറുത്തെടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അതുപോലെ തന്നെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നായി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഒരു ഗോൾഡൻ ബ്രൗൺ പരുവത്തിലെത്തുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ച് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് മഞ്ചൂരിയൻ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ചെറുതായി അരിഞ്ഞ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് എന്നിവ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു മീഡിയം സൈസ് സവാളയും 2 പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1.5 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1/2 ടീസ്പൂൺ വിനാഗിരി ഇവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റുകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. എനിക്ക് ഗ്രേവി കൂടുതൽ വേണ്ടത് കാരണമാണ് 1.5 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കുറവ് മതിയെങ്കിൽ 1 കപ്പ് എടുത്താൽ മതിയാകും. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് കുറച്ചു നേരം തിളപ്പിച്ചെടുക്കണം.
നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. ഇത് നല്ലതുപോലെ തിളച്ച് കൊഴുപ്പായി വന്നു കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവോള ക്യൂബായി അരിഞ്ഞതും അര ക്യാപ്സിക്കം ക്യൂബായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡും ഗ്രീനും ക്യാപ്സിക്കം മിക്സ് ആയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാപ്സിക്കവും സവോളയും വെന്തു പോകരുത്, കടി കിട്ടുന്ന പരുവത്തിലായിരിക്കണം. അവസാനമായി തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.